ചട്ടമ്പി സ്വാമി. അധ്യായം 4. ശ്രീനാരായണ ഗുരു. ഹിംസ കൊണ്ടേ നിലനിൽപ്പുള്ളൂ എന്നായാൽ ഹിംസം ധർമ്മമായി മാറും, അല്ലെങ്കിൽ മഹാഭാബു. മനുഷ്യനെ സംബന്ധിച്ച് രണ്ടാമത്തേതിലാണ് പ്രസക്തി. 1882 നാണു ആശാൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഉൽപ്പത്തിഷ്ണുവായ ഒരു ഈഴവ യുവാവ് സംസ്കൃത പഠനം കഴിഞ്ഞ് സ്വദേശമായ ചെമ്പഴന്തിയിൽ തിരിച്ചെത്തിയത്. നാണു ആശാൻ തികഞ്ഞ ബ്രഹ്മചാരിയെ പോലെയാണ് അപ്പോൾ ജീവിച്ചിരുന്നത്. കടുത്ത വൈരാഗ്യയെപ്പോലെ ആശാൻ ജീവിക്കുന്നത് കണ്ടപ്പോൾ ചില ബന്ധുക്കൾ അദ്ദേഹത്തെ വിവാഹ സംബന്ധത്തിൽ കൊണ്ട് ചാടിക്കുവാൻ ശ്രമിച്ചു. നാമമാത്രമായി അങ്ങനെയൊരു മംഗല്യ ചടങ്ങ് നടത്തുവാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിലും നാണുവിനെ ഗൃഹസ്ഥാശ്രമത്തിലെ ആക്കുവാൻ ആര് വിചാരിച്ചിട്ടും സാധിച്ചില്ല. യോഗശാസ്ത്രം, വേദാന്തം എന്നിവ പഠിക്കുവാനായിരുന്നു നാരായണ ഗുരുവിന്റെ ആഗ്രഹം. തന്റെ മനസ്സിലിരിപ്പ് അദ്ദേഹം അഭ്യുതാകാംക്ഷിയും ചങ്ങാതിയുമായ പുടിപ്പറമ്പിൽ നാരായണ പിള്ളയെ അറിയിച്ചു. നാരായണ ഗുരുവിന് മാർഗോപദേശം ചെയ്യുവാൻ ചട്ടമ്പി സ്വാമികളെയാണ് നാരായണൻ പിള്ള കണ്ടെത്തിയത്. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് യാദർശികമായിട്ടാണ് ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുദേവനെ കണ്ടുമുട്ടിയത്. ആത്മവിദ്യയ്ക്ക് വേണ്ട എല്ലാ യോഗ്യതകളുമുള്ള ആ യുവാവിനെ സ്വാമികൾക്ക് വലിയ ബോധ്യമായി. ചട്ടമ്പി സ്വാമികൾ നാരായണ ഗുരുവിനെ വാമനപുരത്തുള്ള തന്റെ താവളത്തിലേക്ക് ക്ഷണിച്ചു. വാമനപുരത്തെത്തിയ നാണുവാശാൻ, അങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്, സ്വാമികളുടെ ഒരു സന്തത സഹചാരിയായി മാറി. ചട്ടമ്പി സ്വാമികളുടെ വേദാന്ത ജ്ഞാനവും വിവിധ വിദ്യകളാൽ ആർജിച്ച അറിവിന്റെ വ്യാപ്തിയും നാരായണ ഗുരുവിനെ അതിശയിപ്പിച്ചു. അദ്ദേഹം ചട്ടമ്പി സ്വാമികളുടെ ആരാധകനായി മാറി. ആത്മവിദ്യ ആർജിക്കുവാനും ആത്മസാക്ഷാത്കാരത്തിലെത്തുവാനും താൻ ചവിട്ടിക്കേറിയ ജ്ഞാനമാർഗത്തിന്റെ പടികൾ സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ വിശദീകരിച്ചു കൊടുത്തു. നാരായണന് അദ്ദേഹം ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു. യോഗാഭ്യാസം വഴി ആ സിദ്ധി ഉൾക്കൊള്ളുവാൻ നാരായണന് അനായാസം സാധിച്ചു. യോഗ സംബന്ധമായ പ്രാഥമിക പാഠങ്ങൾ മനസ്സിലാക്കുവാനും ദൃഢീകരിക്കുവാനും നാരായണന് അധികം അധ്വാനിക്കേണ്ടി വന്നില്ല. ചില ദിവസങ്ങൾ ചട്ടമ്പിയും നാരായണനും തൈക്കാട് താമസിച്ചിരുന്ന അയ്യാവു സ്വാമികളെ ചെന്ന് കണ്ടു. ചട്ടമ്പിയെപ്പോലെ തന്നെ നാരായണ ഗുരുവും അയ്യാവുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അയ്യാവു സ്വാമിയിലുണ്ടായ ചില മാറ്റങ്ങൾ ചട്ടമ്പിക്കും നാരായണനും ദഹിച്ചില്ല. രസഭാഗ പ്രക്രിയ ഉപയോഗിച്ച് സ്വർണമുണ്ടാക്കുവാനുള്ള വിദ്യാന്വേഷണത്തിൽ തിരക്കിലായിരുന്നു അയ്യാവു. വേദാന്ത വിഹായസിൽ ഉയർന്നു വരുന്ന പക്ഷിരാജന്റെ കണ്ണുകൾ ഭൂമിയിലെ ജീർണിച്ചു നാറിയ ഉച്ഛിഷ്ടമായ സ്വർണത്തിൽ പതിഞ്ഞപ്പോൾ ചട്ടമ്പിയും നാരായണനും അയ്യാവിന്റെ ആശ്രിതത്വം ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു. തുടർന്ന് ചട്ടമ്പി സ്വാമികളും നാരായണ ഗുരുവും തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒരു പദയാത്ര നടത്തി. സിദ്ധന്മാരെ പൂജിച്ചും വിജനമായ സ്ഥലങ്ങളിൽ ഏകാന്ത ധ്യാനം നടത്തിയുമുള്ള അവരുടെ യാത്ര മരുത്വാമല മുതലായ പ്രദേശങ്ങൾ വരെ നീണ്ടുചെന്നു. നഗരങ്ങളോ ജനനിബിദ്ധമായ വ്യാപാര കേന്ദ്രങ്ങളോ അവരെ ആകർഷിച്ചില്ല. പ്രകൃതി രമണീയമായ പ്രദേശങ്ങളായിരുന്നു അവർക്കിഷ്ടം. അത്തരം പ്രദേശങ്ങളിലാണ് ഈശ്വര ചൈതന്യമുള്ളതെന്ന് അവർ വിശ്വസിച്ചത്. കായ്കനികൾ ഭക്ഷിച്ചും അരുവികളിൽ നിന്നുള്ള വെള്ളം കോരിക്കുടിച്ചും ഹിംസ്ര ജന്തുക്കളുമായി സഹവസിച്ചും ജീവിച്ച യോഗി വര്യന്മാർ ആത്മസത്തതയുടെ ഉത്തംഗതയെ സൂക്ഷ്മമായി ദർശിച്ചു. ഗുഹാന്തരങ്ങളിലും വനപ്രദേശങ്ങളിലും ബാഹലോക ബന്ധമില്ലാതെ തപോവൃത്തിയിലായിക്കഴിഞ്ഞ ആ കാലഘട്ടത്തിലാണ് അഗാധമായ ആത്മബോധം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. തെക്കൻ ദിക്കുകളിൽ ഇവരുടെ പാദസ്പർശം ഏൽക്കാത്ത ഭൂഭാഗങ്ങളിലായിരുന്നു. ജ്ഞാനലബ്ധിക്കും മനുഷ്യനെ മനുഷ്യനായി കാണുവാനും മഹനീയമായ ആശ്രമങ്ങളെ ദൃഢീകരിക്കുവാനും ഈ തീർത്ഥയാത്രയിലൂടെ അവർക്ക് സാധിച്ചു. ഈ പദയാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി നെയ്യാറിന്റെ വയ്ക്ക് വരേണ്ട ഒരു പ്രദേശത്തു കൂടി നടക്കുവാൻ അവർ തീരുമാനിച്ചു. അപ്രകാരം കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ അരുവിപ്പുറം എന്നൊരു സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു. അതിമനോഹരമായ പ്രകൃതി ലാവണ്യം പ്രസരിക്കുന്ന ആ സ്ഥലം അവരെ വല്ലാതെ ആഹ്ലാദിപ്പിച്ചു. ഏതു വിധത്തിലുള്ള സാധനയ്ക്കും പറ്റിയ ഒരിടമാണിതെന്ന് അവർക്ക് തോന്നി. ആ സ്ഥലം തന്റെ ഭാവി പ്രവർത്തനങ്ങൾക്കുള്ള ഇടമാക്കുവാൻ നാരായണ ഗുരു നിശ്ചയിച്ചു. അദ്ദേഹം ഏറെക്കാലം അരുവിപ്പുറത്ത് തപോനിരതനായി കഴിഞ്ഞു. എന്നാൽ ചട്ടമ്പി സ്വാമികൾ ഇടയ്ക്കിടെ തിരുവനന്തപുരത്തിനും നെടുമങ്ങോട്ടേക്കുമൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ചട്ടമ്പി സ്വാമികൾക്ക് തിരുവനന്തപുരത്ത് ഇതിനിടയിൽ 2 ശിഷ്യന്മാരെ ലഭിച്ചു. നാരായണ ഗുരുവിന്റെ സഹപാഠികളായ പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, വെള്ളുത്തേരി കേശവൻ വൈദ്യർ എന്നിവർ. ഈ ഈഴവ യുവാക്കൾ ചട്ടമ്പിയുമായി സൗഹൃദം സ്ഥാപിച്ചു. നല്ല ശരീരപുഷ്ടി ഉണ്ടായിരുന്ന കേശവൻ വൈദ്യർ സ്വാമികളിൽ നിന്ന് ഗുസ്തിമുറകൾ അഭ്യസിച്ചു. കൃഷ്ണൻ വൈദ്യൻ സംസ്കൃത കാവ്യങ്ങളും വ്യാകരണങ്ങളും അഭ്യസിച്ചു. വിദ്യാസ സമ്പന്നരും വിനയാന്വത്തരുമായ ഈ ചെറുപ്പക്കാർ സ്വാമിയുടെ ഹൃദയം കവർന്നതിൽ അതിശയിക്കാനില്ല. തിരുവനന്തപുരത്തെത്തുമ്പോൾ ചട്ടമ്പി സ്വാമികൾ വെളുത്തേരിയിലോ പെരുന്നെല്ലിയിലോ താമസിച്ചു. ചിലപ്പോൾ ശ്രീനാരായണ ഗുരുവും അവിടെ വന്നു ചേരും. അതോടെ സർഗസമീക്ഷയുടെ ഒരു കേന്ദ്രമായി അവിടം മാറും. പ്രായം കൊണ്ട് മുതിർന്ന ചട്ടമ്പിക്കായിരുന്നു അവർ മേധാസ്ഥാനം നൽകിയത്. കിട്ടൻ എന്ന സ്വാമി വിളിച്ചിരുന്ന കൃഷ്ണൻ വൈദ്യരുടെ കാവ്യമോഹങ്ങൾക്ക് ചെറുകുവെപ്പിക്കുവാനായി ചട്ടമ്പി സ്വാമികൾ കവിയുടെ വേഷം കിട്ടിയതായി അദ്ദേഹം തന്നെ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. കേശവൻ വൈദ്യരെ സ്വാമി ഗുസ്തമറകൾ പഠിപ്പിക്കുന്നതും ഇടയ്ക്കിടെ അവർ തമ്മിൽ ഗുസ്തിയിൽ ഏർപ്പെടുമായിരുന്നതുമെല്ലാം
അദ്ദേഹം പറഞ്ഞ കഥകളിലൊന്നാണ്. ഇക്കാലത്തെല്ലാം സ്വാമിയുടെ ആഹാരവും വിശ്രമവുമെല്ലാം ഈ ഈഴവ ഭവനങ്ങളെല്ലാമായിരുന്നു. അത് ചില നായർ പ്രമാണിമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ ചട്ടമ്പിയെ എതിർക്കുവാനുള്ള കരുത്തും കോപ്പും അവർക്കില്ലായിരുന്നു. ഈ ഈഴവ സുഹൃത്തുക്കൾക്കൊപ്പം മുറങ്ങി സാംസ്കാരിക വിനിമയം നടത്തിയും ചട്ടമ്പി സ്വാമികൾ നടന്നു തീർത്തത് കേരളീയ നവോത്ഥാനത്തിലേക്കുള്ള പാതയാണ്. ബുദ്ധി, ഹൃദയനൈർമല്യം, കർമ്മകുശലത, ആത്മത്യാഗം എന്നീ സൽഗുണങ്ങളായിരുന്നു കേരളീയ നവോത്ഥാനത്തെ അടിത്തറ പാകിയ വിശിഷ്ട ഉപാധികൾ. ഇതോടുകൂടി അധ്യായം 4 അവസാനിച്ചിരിക്കുകയാണ്. അടുത്തത് യാത്രകളാണ്. ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം സിദ്ധിക്കുന്നതെന്ന് പഠിപ്പിച്ച യാത്രകൾ തുടരും.